മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ഒരു സമയം വരെയായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അവഗണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. എം.എ. യൂസുഫ് അലി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എം.എ. യൂസുഫ് അലി തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങള് ഒരക്ഷരം മിണ്ടുന്നില്ല. മിണ്ടിയാൽ മാധ്യമങ്ങളുടെ സകല അജണ്ടയും അങ്ങ് പൊളിഞ്ഞടങ്ങുമല്ലോ. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്കറിയാം, ഇലക്ഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എം.എ. യൂസുഫ് അലിയെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ രംഗത്തെത്തിയിട്ട് നരേന്ദ്രമോദിയെ കുറിച്ച്, നരേന്ദ്രമോദിയോട് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നന്ദി പറയുന്ന ഒരു പോസ്റ്റ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുക്കിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എം.എ. യൂസുഫ് അലിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളൊക്കെ പൊക്കിപ്പിടിച്ച വലിയൊരു കളവും കൂടി തകർന്നങ്ങ് തരിപ്പണാവുന്നുണ്ട്. ഈ അന്നം തരുന്ന നാടാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് നിരന്തരം പറയാറില്ലേ? ആ അന്നം തരുന്ന നാടിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഭാരതമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാ ഈ എം.എ. യൂസുഫ് അലി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് GCC രാജ്യങ്ങൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതിൽ വിലപ്പെട്ട സഹായവും പിന്തുണയ്ക്കും തുടർച്ചയായി നൽകിയതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും സർക്കാരിനോടും ഞാൻ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് GCC രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ലുലു ഗ്രൂപ്പ് നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് യോഗത്തിൽ ഞാൻ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, GCC കൺട്രീസിലേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിൽ ഉറപ്പ് വരുത്താൻ കൂടിയാ എം.എ. യൂസുഫ് അലി നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇവിടെ സുഡാപ്പികൾ നിരന്തരം ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോ അന്നം തരുന്ന നാടാണ്, നമുക്ക് യാതൊരു എതിർപ്പില്ല. അന്നം തരുന്ന നാട് എവിടെ ജോലി ചെയ്യുന്നോ ആ ജോലി ചെയ്യുന്ന രാജ്യത്തോടും ഒരു കൂറ് വേണം എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യ. അത് നമ്മുടെ രാജ്യത്തിന് എതിരെ പറഞ്ഞിട്ടാവരുത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ചില ആളുകൾ അന്നം തരുന്ന നാടിനോട് മാത്രമായിരിക്കും കൂറ്. അവരുടെ മാതാപിതാക്കളും അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ഭാരതത്തിലാണ് എന്നൊരു ബോധവുമില്ലാതെ അന്നം തരുന്നവർക്കൊപ്പം അങ്ങ് നിന്ന് പോകുന്ന ആളുകളുണ്ട്. അതിനെ മാത്രമേ നമ്മൾ എതിർക്കാറുള്ളൂ. ഈ അന്നം തരുന്ന നാടുകളൊക്കെ പ്രവാസികളായിട്ടുള്ള ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നത് തന്നെയാ. നമ്മുടെ രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരുടെ അന്നം നിലനിർത്തി കൊടുക്കുന്നത്, അവരുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നത് നമ്മുടെ ഭാരതമാണ് എന്ന് എം.എ. യൂസുഫ് അലിയെ ഈ പ്രഖ്യാപിച്ചത്. ഈ ഒരു പോസ്റ്റ് ഒക്കെ ഒരു നിർണായക ഘട്ടത്തിൽ കൂടിയാ ഈ എം.എ. യൂസുഫ് അലി ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇലക്ഷൻ സമയത്ത് നമ്മുടെ കേരളത്തിലെ UDFും LDFും എന്താണ് നിരന്തരം വിളിച്ചു പറയാറുള്ളത്? BJP അങ്ങനെയാണോ, മോദി ഇങ്ങനെയാണോ, ഇതല്ല നിരന്തരം ഇവിടെ പച്ചക്കള്ളം പറയാറുള്ളത്. സാക്ഷാൽ എം.എ. യൂസുഫ് അലി അലിക്ക് ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. മോദിയെ കാണുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെ അദ്ദേഹത്തിന്റെ ബിസിനസ് തിരക്കുകളിലേക്കൊന്നും പോയാൽ ഒരാളും എം.എ. യൂസുഫ് അലിയെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നിട്ട് പോലും നരേന്ദ്രമോദിയുടെ മികവിനെ കുറിച്ച്, മോദിയുടെ ആ നന്മയുള്ള മനസ്സിനെ കുറിച്ച് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് മലയാളികൾ, പ്രത്യേകിച്ച് മോദി വിരുദ്ധർ ഒരുപാട് പഠിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാ. എത്ര സുന്ദരമായിട്ടാണ് എം.എ. യൂസുഫ് അലി പറയുന്നത്, നമ്മുടെ രാജ്യം ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്ന്. ചില ആളുകളുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ ജോലി, അങ്ങനെയൊന്നുമല്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകള് രാജ്യവുമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. ഈ എം.എ. യൂസുഫ് അലി ഇതിനു മുമ്പേയും കൃത്യമായിട്ട് നരേന്ദ്രമോദി എന്താണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പേ, ഒരു വർഷമൊന്നും ആയിട്ടില്ല, കുറച്ചു മുമ്പേ എം.എ. യൂസുഫ് അലി നരേന്ദ്രമോദിയെ കുറിച്ചും രാജ്യം എത്രത്തോളം വളരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതും ഹൈബി ഈഡന്റെ പേര് വിളിച്ചുകൊണ്ടുകൂടിയാണ് ആ പ്രസംഗം നടത്തുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു. ഹൈബി ഒക്കെ അന്ന് അത് കേട്ടിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. നിങ്ങൾ ഇത് കേട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നിയമങ്ങൾ ഇന്ത്യ മാറ്റിക്കൊണ്ടു ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള നോൺ റെസിഡൻസ് ഇന്ത്യൻസ് ഈ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയത്ത് ആ നിയമങ്ങൾ തന്നെ മാറ്റി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി NRI-കാരുമായിരുന്ന് സംസാരിച്ചപ്പോൾ, ഇത് റിയാലിറ്റിയാണ്, സംസാരിച്ചപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നിയമങ്ങൾ മാറ്റപ്പെട്ടു. NRI ഇൻവെസ്റ്റ്മെന്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ മാറ്റി. അതുപോലെ ഇപ്പോൾ വീണ്ടും ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അസംബിൾ ചെയ്തുകൊണ്ട് മാനുഫാക്ചറിങ് ഹബ്ബ് ആരംഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ, ഹൈബീഡൻ പറഞ്ഞ മാതിരി മേക്ക് ഇൻ ഇന്ത്യ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ലോകം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നാക്കം പോകും. പക്ഷെ നമ്മളിന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. റുപ്പിയ ട്രേഡ് ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളുമായി ആരംഭിച്ചിരിക്കുകയാണ്. റുപ്പീസ് ട്രേഡ്, അതൊക്കെ ഈ ബിസിനസ്സുകൾക്ക്, പ്രത്യേകിച്ച് ഇവിടെ മാനുഫാക്ചറിങ് ഹബ്ബ് തുടങ്ങാനുള്ളതിൻ്റെ പ്രത്യേകമായ നമ്മൾക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നിങ്ങൾ കേട്ടില്ലേ, ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുക്കുന്നു. ഹൈബി ഈഡന്റെ പേര് വിളിച്ചിട്ട് മേക്ക് ഇൻ ഇന്ത്യയുടെ മഹത്വത്തെ കുറിച്ചൊക്കെയാണ് എം.എ. യൂസുഫ് അലി വിളിച്ചു പറയുന്നത്. കോൺഗ്രസ് ഇതിനൊക്കെ തന്നെ എതിരായിരുന്നു. ഹൈബി ഈഡൻ പോലെ എം.എ. യൂസുഫ് അലി പറയുന്നത് അങ്ങ് കേട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എം.എ. യൂസുഫ് അലി വ്യക്തമായിട്ട് നിരവധി തവണ നരേന്ദ്രമോദി രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നിരന്തരം പറയാറുണ്ട്. ഈ എം.എ. യൂസുഫ് അലി എന്നൊക്കെ പറയുന്നത് ബിസിനസ് ഒക്കെ ചെയ്ത് ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ലോകം മൊത്തം സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യമൊക്കെ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വ്യക്തമായിട്ട് പച്ച മലയാളത്തില് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഇവിടെ ഇപ്പോഴും ഒരുപാട് ആള് മോദി വിരുദ്ധതയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, കണ്ണു തുറന്ന് കാണുക. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ പോലും താങ്ങി നിർത്തുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയാ. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോക നേതാക്കളിലെ പ്രധാനിയാണ്. ലോക നേതാവിലേക്ക് തന്നെയാണ് അദ്ദേഹം ഉയർന്നു നിൽക്കുന്നത്. അത് വെറുതെ അങ്ങ് ഉയർന്നു നിൽക്കുന്നതല്ല. ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ആ രാജ്യങ്ങളെ സഹായിക്കുന്നത് കൊണ്ടുകൂടി തന്നെയാ ഗൾഫ് രാജ്യങ്ങൾ പോലും ലോക നേതാവായിട്ട് നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നത്. അവരൊക്കെ മത്സരിക്കുക, അവരുടെ രാജ്യത്ത് പരമോന്നത പുരസ്കാരം കൊടുക്കാൻ സകല ഗൾഫ് രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരം കൊടുത്തു. ഈ നരേന്ദ്രമോദിക്ക് എതിരേക്ക് നമ്മുടെ കേരളത്തിലെ UDF-ഉം LDF ഒക്കെ പച്ച കള്ളമേ വിളിച്ചു പറയാറുള്ളൂ എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയാ. സാക്ഷാൽ എം.എ. യൂസുഫ് അലി തന്നെയാ പറയുന്നത്, നരേന്ദ്രമോദിയാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഗൾഫ് രാജ്യങ്ങളെ പോലും താങ്ങി നിർത്തുന്നത് എന്ന്.